ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറിയിരുന്ന് കീ ഓണാക്കുന്നതിന് മുന്നേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എൻ്റെ ഫ്രണ്ട് ഒരു റീൽ അയച്ചാണ്. ഞാൻ ആ റീല് കണ്ടു. ആ റീല് കണ്ടിട്ട് ഞാൻ നേരെ അടുത്ത റീലിലേക്ക് സ്ക്രോൾ ചെയ്തു. പിന്നെ നെക്സ്റ്റ് റീലിലേക്ക് സ്ക്രോൾ ചെയ്തു. ഞാൻ വണ്ടിയുടെ മേലെ ഇരുന്നുകൊണ്ട് തന്നെ ഏകദേശം 10-25 റീല് കണ്ടു. അപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നത്, എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നത്, വീട്ടിൽ പോകാനൊന്നും ആയില്ലെന്ന്. മൂപ്പര് നല്ല കമ്പനിയാണ്. അപ്പോൾ ഒന്നുകൂടെ എന്നോട് ചോദിച്ചു, ഫോണിൽ സീരിയസ് ആയിട്ട് എന്തോ കാണുകയാണല്ലോ എന്ന്. അത് ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ടാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ, വെറുതെ റീലൊക്കെ കണ്ടിരുന്നതാണ്, നാളെ ലീവല്ലേ അത് കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും സ്ഥലകാല ബോധം വന്നത്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇങ്ങനെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഫോൺ നോക്കിയിരിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ എന്ന്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന സെയിം ഡയലോഗ്. അതുകൊണ്ട് ഞാനതത്ര കാര്യമാക്കിയില്ല. ഞാൻ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് എന്നുള്ള രീതിയിൽ മൂപ്പരോട് തിരിച്ചും പറഞ്ഞു. പുള്ളിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ലാസ്റ്റ് കണ്ട റീല് ഏതാണെന്ന് പറയാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, അതിനകത്തൊരു കണ്ടൻറ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാനവിടെ സ്റ്റക്കായി. കാരണം ഒരു 20 സെക്കൻഡ് മുമ്പ് കണ്ട റീല് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പുള്ളി എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, പൊക്കോ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. പുള്ളിയോട് അങ്ങനെ ഞാൻ യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, ഒരു 20 സെക്കൻഡ് മുമ്പ് കണ്ട റീൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചത്. ആദ്യമൊക്കെ ഞാൻ നല്ല സീരിയസ് ആയിരുന്നു കാണുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് സീരീസ് ഡൗൺലോഡ് ആക്കിയാൽ തന്നെ ഞാനതിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ അതുമായിട്ടുള്ള ടച്ച് വിടും. എൻ്റെ കോൺസെൻട്രേഷൻ പോവും. ഞാൻ നേരെ ആ സീരീസ് കാണുന്നത് ഒഴിവാക്കും. ഇനിയിപ്പം പുതിയൊന്ന് ഡൗൺലോഡ് ആക്കിയാൽ തന്നെ ആദ്യത്തെ എപ്പിസോഡൊക്കെ കാണുന്നത് ഫുള്ള് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. കാരണം നമ്മുടെ ജനറേഷനിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണിത്. സീരീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് 1-2 ദിവസം വൈകി കഴിഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിലൂടെയൊക്കെയാണ് ട്രാവൽ ചെയ്തത്, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ള ഓർമ്മയൊന്നും നമുക്കുണ്ടാവില്ല. ഒരാളോട് ഒരു 5 മിനിറ്റ് കൂടുതൽ ഹോണസ്റ്റായി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു തുടങ്ങി. അറ്റൻഷൻ സ്പാന് തീരെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി സംഭവം അത്ര പന്തിയല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ പതിയെ ഇൻസ്റ്റാ യൂസേജ് കുറക്കാൻ തുടങ്ങി. സ്ക്രോൾ ചെയ്യുന്നതൊക്കെ കുറച്ച സമയത്ത് എനിക്കുണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഏത് കാര്യങ്ങളിൽ വേണമെങ്കിലും എനിക്ക് ഫോക്കസ് ചെയ്യാം. വേണമെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. പുതിയതായിട്ടൊരു സ്കില്ല് പഠിക്കാം. അങ്ങനെ ഒരുപാട് സമയം വന്നു തുടങ്ങി. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓവർ തിങ്കിങ് ഒരു ഹാബിറ്റായപ്പോൾ ഇത് പണ്ടത്തേൻ്റെ പിന്നത്തെ എന്ന് പറയുന്ന പോലെ മുന്നത്തേനേക്കാളും മോശം ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ വണ്ടി കൊണ്ട് റൈഡുകൾ പോകാൻ തുടങ്ങി. സാധാരണ ഗ്രൂപ്പ് റൈഡ്സാണ് പോവാറ്. ഗ്രൂപ്പ് റൈഡ്സ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ സമയം കൂടെ നോക്കണം. എപ്പോഴൊന്നും നമുക്ക് റൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വണ്ടി മോസ്റ്റ് ഓഫ് ദ ടൈം സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ. അപ്പോൾ ഞാനങ്ങനെ മെല്ലെ സോളോ റൈഡുകൾ പോകാൻ തുടങ്ങി. സോളോ റൈഡുകൾ പോയി തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്ന് പറയുന്ന ഒരാളെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. നമ്മുടെ സൈക്കോളജി പ്രകാരം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലേഷന് വേണ്ടി ബിൽഡ് ചെയ്ത ഒന്നല്ല. നമ്മൾ ഈ 10-20 സെക്കൻഡിൻ്റെ റീൽസിലും ഷോർട്സിലും ഓരോ റീൽസിലും വേറെ വേറെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഇമോഷൻസ് അടുത്ത റീലിലെത്തുമ്പം ഒന്നിൽ സാഡാണെങ്കിലും മറ്റൊരു ഹാപ്പി ആവും, പിന്നെ ആംഗ്രി ആവും. നമ്മൾ ചില റീൽസിന്, അതായത് ആക്സിഡൻറ്റ് റീൽസിനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പോയി കമൻറ്റ് ഇടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നു പോകും. ഇങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പോക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല നമ്മുടെ ബ്രെയിൻ. എനിക്ക് തോന്നുന്നത് പതിയെ നമ്മുടെ ബ്രെയിൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ മറവിയും കാര്യങ്ങളും ഓവർ തിങ്കിങ് ഒക്കെ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ സ്ക്രോൾ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും ശരിക്കും സൈലൻസിനെ പേടിയാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആവും. ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. നമ്മളെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റീവാലുവേറ്റ് ചെയ്യും. ഒരു ഡിപ്രഷൻ മെൻറ്റാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ റൈഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മൈൻഡ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാൻ തുടങ്ങി. ഹോണസ്റ്റ്ലി ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവായി തുടങ്ങി. അങ്ങനെ റൈഡിങ് എൻ്റെ മൈൻഡ് പതിയെ ക്വയറ്റാക്കി തുടങ്ങി.
അതിൻ്റെ ഇടയിൽ എപ്പോഴോ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടി. ഗ്രൂപ്പ് റൈഡ്സിൽ ആളുകളെ കിട്ടാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഗ്രൂപ്പ് റൈഡ്സിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ സോളോ റൈഡാണെന്ന്. നമുക്ക് ആരെയും പ്ലീസ് ചെയ്യേണ്ട കാര്യമില്ല, ഒരാളുടെ മുന്നിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കേണ്ട കാര്യമില്ല. എവിടെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ എപ്പോൾ നിർത്തണം, എപ്പോൾ തിരിച്ചു വരണം. ഇനിയിപ്പോൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നല്ലതല്ലെങ്കിൽ പോലും കംപ്ലീറ്റായി അത് നമ്മുടെ ഉത്തരവാദിത്വം മാത്രമായിരിക്കും. നമ്മൾ കയറുന്ന ഹോട്ടലാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും. ഇനിയിപ്പോൾ നമുക്കൊരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് കിടക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് മറ്റൊരാളുടെ ഒപ്പീനിയൻ നോക്കേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പ് റൈഡ്സ് എന്ന് പറയുന്നത് ഫണ്ണാണ്, ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും, ഒരുപാട് എനർജി ഉണ്ടാവും. പക്ഷേ സോളോ റൈഡ്സ് എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാവും ചിലർ ലോങ് വാക്ക് പോകുന്നത്, ചിലർ രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത്, ചിലർ ജിമ്മിൽ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊന്നും അവർക്ക് മാനസിക പ്രശ്നമുള്ളത് കൊണ്ടല്ല. അവരുടെ മനസ്സെപ്പോഴും ക്ലിയർ ആവുന്നത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും. ചില ആളുകൾക്ക് വെറുതെ റൈഡ് ചെയ്യുന്നതായിരിക്കും സമാധാനം. കാരണം ചിലപ്പോൾ ഫിസിക്കലി മൂവിങ് ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാജിക്കായിട്ട് സോൾവായി പോകുന്നില്ല. പക്ഷേ നമ്മളെ മനസ്സ് കുറച്ചൊന്ന് സെറ്റിൽഡ് ആവും, കുറച്ചൊന്ന് ഓവർ തിങ്കിങ് ഒക്കെ കുറയും, കുറച്ചൊരു റിഫ്രഷ്മെൻ്റൊക്കെ തോന്നും. പുതിയ സ്ഥലങ്ങളും പുതിയ ആളുകളും ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജീവിതം നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാൻ പറ്റുന്നൊരു ഫീല് നമുക്കുണ്ടാവും. സത്യം പറഞ്ഞാൽ സോളോ റൈഡ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് അതാണ്. നമ്മളാരും ടൂറിസ്റ്റുകളും ട്രാവലേഴ്സൊന്നും അല്ല. ഞാൻ റൈഡ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. എസ്പെഷ്യലി ഞാൻ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യാൻ തുടങ്ങിയത്. വണ്ടി എടുത്തത് ഓഫ് റോഡ് പോകണം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷേ ഓഫ് റോഡ് പോകുന്നതൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ പലരും സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെയും ലോൺലിനെസ്സിനെയും സെയിമായി കാണുന്നുണ്ട്. ആക്ച്വലി രണ്ടും രണ്ടാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രസിങ് സ്റ്റേറ്റാണ്, നമുക്കാരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും, ആൾക്കൂട്ടത്തിൽ തനിയെ, അങ്ങനത്തെ ഒരു ഫീലിംഗ്. പക്ഷേ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതതുപോലെയല്ല. സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. കാരണം അവർക്ക് സൈലൻസിനെ പേടി ഉണ്ടാവില്ല. അവർക്ക് സ്വന്തം തോട്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം സർവൈവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒന്നും അത് പറ്റണമെന്നില്ല. നമ്മൾ പറയുന്ന സമയത്ത് അതൊക്കെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഒറ്റയ്ക്കൊരു സിനിമയ്ക്ക് പോയാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിനേക്കാളും എന്തുകൊണ്ടും ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. അത് ശരിക്കൊരു സ്ട്രെങ്ത്താണ്. മനുഷ്യർക്ക് ആരെയും ആവശ്യമില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ആനിമലാണ്. നമുക്ക് ഇൻറ്ററാക്ഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡിപ്രഷൻസ് വരും. നമ്മൾ പലപ്പോഴും വിചാരിക്കും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന്. അങ്ങനെയല്ല. ശരിക്ക് ഓഫീസിൽ പോയി ഇൻറ്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നവരെക്കാളും വളരെ മോശമായൊരു മാനസികാവസ്ഥയായിരിക്കും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക്. പ്രത്യേകിച്ച് ഒരൊറ്റൊരു മുറിയിൽ അടച്ചിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അത് വല്ലാത്തൊരു നെഗറ്റിവിറ്റിയാണ്. റിയലായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ, റിയലായിട്ടുള്ള കോൺവെർസേഷൻ ഇല്ലാതെ നമ്മൾ പതിയെ മാനസികമായി തളർന്നു തുടങ്ങും. അതുകൊണ്ട് ലോൺലിനെസ് എന്ന് പറയുന്ന സാധനത്തിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ഒരു സോളോ റൈഡറിനെ പോലെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കൂടെ എല്ലാ സമയങ്ങളിലും ആയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മെൻ്റലി കെയർ ചെയ്യേണ്ടി വരും. അവിടെ നിന്നാണ് ശരിയായ സ്ട്രെങ്ത് വരുന്നത്. ഈ ഒരു കാര്യം കൊണ്ടാണ് ചില റൈഡ്സിന് നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കാത്തത്. ഞാനിപ്പോൾ റീസെൻ്റായി പോയ റൈഡുകളൊന്നും ഡെസ്റ്റിനേഷന് വേണ്ടി പോയതല്ല. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന റൈഡുകൾ മുഴുവനും ഒരു ദിവസത്തിലേക്ക് എത്താൻ പറ്റിയ അത്രയും ദൂരത്തുള്ള റൈഡുകളാണ്. കാരണം ഏറ്റവും അടുത്തുള്ള ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടിപ്പം വൺ ഡേ റൈഡുകൾ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.